Hello dears, welcome to the class. Today we are going to discuss about our second unit, festive fun. Okay, നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഫെസ്റ്റീവ് ഫൺ. ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ ആഘോഷം, ഫൺ എന്ന് പറഞ്ഞാൽ അപ്പോഴുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളുമൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. കുറേ കുട്ടികളും അതിന് നടുക്കൊരു കേക്കുമൊക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആഘോഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് കേക്ക് വാങ്ങുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരിക്കാം. കണ്ടില്ലേ, എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഉള്ളത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കോട്ടാണ് പറയുന്നത്, യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. എന്താ പറയുന്നത്? യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലെ ആഘോഷത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അതായത് നിങ്ങളിവിടെ ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നു. ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ആളാണ് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പിക്ചറിൽ എന്താണ്? ഒരു ഗ്രാൻഡ് ഫാദറാണ് അല്ലേ. ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നടുക്ക് ഒരു കേക്കുമുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യേണ്ടത് ഗ്രാൻഡ് ഫാദറാണ് എന്ന് തോന്നുന്നു. കണ്ടില്ലേ, ആ നൈഫ് കത്തിയിരിക്കുന്നത് എവിടെയാണ്? അപ്പൂപ്പൻ്റെ അടുത്താണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ അപ്പൂപ്പൻ്റെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലും ആഘോഷമായിരിക്കാം. അപ്പോൾ അപ്പൂപ്പൻ എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾ ഗസ് ചെയ്ത് എഴുതണം. ചിലപ്പോൾ വാട്ട് എ പ്ലസൻറ്റ് സർപ്രൈസ് എന്നായിരിക്കും അല്ലേ. അതൊരു സർപ്രൈസായിട്ട് ഫാമിലി ഒരുക്കിയതായിരിക്കും. അല്ലെങ്കിലോ വാട്ട് ഈസ് ദിസ്, എന്താണിത് എന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നതുമാകാം. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ദ പിക്ചർ ഷോ? എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു ഫാമിലിയുടെ ആഘോഷമാണ് അല്ലേ. വൈ ആർ ദ പീപ്പിൾ ഹാപ്പി? എല്ലാ ആളുകളും എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ആഘോഷമായിരിക്കാം. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ഹാപ്പി. ലെറ്റ്സ് സിംഗ് എ സോങ്. ഒരു പാട്ട് പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫ്രം ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ട്രൂ ഫ്രണ്ട്സ്, ഫ്രം ഓൾ ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ഫ്രണ്ട്സ്, may good luck go with you and happiness too. എന്താണ്? ഒരു കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വിഷ് ചെയ്യുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, നിനക്ക് ജന്മദിനാശംസകൾ. പിന്നെന്താണ്? ഫ്രം ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ട്രൂ ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സിൽ നിന്ന്, സത്യസന്ധരായ ഫ്രണ്ട്സിൽ നിന്ന്. പിന്നെയോ ഫ്രം ഓൾഡ് ഫ്രണ്ട്സ്, പഴയ ഫ്രണ്ട്സും ന്യൂ ഫ്രണ്ട്സും, പുതിയ ഫ്രണ്ട്സും. എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത്? നിനക്ക് ഭാഗ്യവും സന്തോഷവും എല്ലാം നിനക്ക് കിട്ടട്ടെ എന്നാണ് അവർ ആ പിറന്നാൾ പാട്ടിലൂടെ ആശംസിക്കുന്നത്. ദ സീ പാലസ്. സീ എന്ന് പറഞ്ഞാൽ കടലാണ് അല്ലേ. പാലസ് എന്ന് പറഞ്ഞാലോ കൊട്ടാരം. കണ്ടില്ലേ, ഭംഗിയുള്ള ഒരു പാലസാണ് കാണുന്നത്. അതെവിടെയാണ്? കടലിന് അടിയിലാണ്. കുറച്ച് ഫിഷൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾഡ് ഫിഷ് കടലിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ അവൻ കണ്ടു അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു പ്രത്യേക ദിശയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. ഒരു നക്ഷത്ര മത്സ്യം ഇങ്ങനെ തിരയിലൂടെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഒരു ജെല്ലി ഫിഷ് ഇങ്ങനെ ആ നീല വെള്ളത്തിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു, സ്പാർക്കിൾഡ്. ഡോൾഫിൻസ് വേർ ഡാൻസിങ്. ഡോൾഫിൻസ് എന്താ ചെയ്യുന്നത്? ഡാൻസ് കളിക്കുകയാണ്. വേർ ആർ ദേ ഗോയിങ്? അവരെങ്ങോട്ടാണ് പോകുന്നത്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഗോൾഡ് ഫിഷ് ചിന്തിച്ചു, തോട്ട്. ഹി ഫോളോവ്ഡ് ദം. അവൻ എന്ത് ചെയ്തു? അവരെ ഫോളോവ്ഡ്, പിന്തുടർന്നു. ഇൻ ദ ഡീപ്പ് സീ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. ഇൻ ദ ഡീപ്പ് സീ,
കടലിൻ്റെ അടിത്തട്ടിൽ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്, ഭംഗിയുള്ള ഒരു ഗ്ലാസ് പാലസ്, ചില്ലുകൊണ്ടുള്ള ഒരു കൊട്ടാരം കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്, അതെന്തുകൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്? ജെംസ് ആൻഡ് പേൾസ്, മുത്തുകളും രത്നങ്ങളുമൊക്കെ കൊണ്ടാണ് അത് അലങ്കരിച്ചിരിക്കുന്നത്. ദ ഡോർസ് ഓഫ് ദ പാലസ് വേർ വൈഡ് ഓപ്പൺ, അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്, വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡ് ഫിഷും ഫ്രണ്ട്സും പാലസിലെത്തി, ഇനി എന്താണ് സംഭവിക്കുക? ദ മെർമെയ്ഡ്, മത്സ്യകന്യക. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയേർഡ് നിയർ ദ ഡോർ, ഒരു സുന്ദരിയായിട്ടുള്ള മത്സ്യകന്യക അപ്പോൾ ആ വാതിലിൽ പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രിറ്റി ഷീ ഈസ് എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്, എന്തു ഭംഗിയാണ് അവളെ കാണാനെന്ന് ഗോൾഡ് ഫിഷ് ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്, ഓൾ ഓഫ് ദം സെഡ് ടുഗദർ. ഹാപ്പി ബർത്ത്ഡേ ജൂലിയ, പ്രിൻസസ് ജൂലിയാണ്, രാജകുമാരി ജൂലിയയാണ് അവർ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തത് അല്ലേ? എന്നിട്ട് എന്താണ് പറയുന്നത്? നിങ്ങൾക്കായി ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നെല്ലാവരും പറഞ്ഞു. വി ഹാവ് ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. യു സം ഗിഫ്റ്റ്സ്, കുറച്ച് ഗിഫ്റ്റ്സ്. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലൈൻഡിങ് ലൈറ്റ്സ്, ജെല്ലി ഫിഷ് എന്താണ് കൊടുക്കുന്നത്? തിളങ്ങുന്ന ലൈറ്റ്സ് ആണ്. ദ വെയിൽസ് കെയും വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്, വെയിൽസ് തിമിംഗലം എന്താണ്? ജിംഗ്ലിംഗ് ബാംഗിൾസ്, കിലുങ്ങുന്ന വളകളാണ്. ദ ഡോൾഫിൻസ് ക്യാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്, ഡോൾഫിൻ കൊണ്ടുവന്നത് എന്താണ്? ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്, സുഗന്ധമുള്ള പൂക്കളാണ്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്, ജൂലിയ ചിരിച്ചു എന്നിട്ട് റിപ്ലൈ ചെയ്തു. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, കം ഓൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് പറഞ്ഞു, കമോൺ വരൂ, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി, നമുക്ക് പാർട്ടി തുടങ്ങാം. There was a big cake on a table in the hall. The party began. വലിയൊരു കേക്ക് ടേബിളിന് മുകളിലുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടി തുടങ്ങി. How will they begin the party? എങ്ങനെയാണ് അവർ പാർട്ടി തുടങ്ങിയത്? എങ്ങനെയാണ്? ഒരു വലിയ കേക്ക് ഉണ്ടായിരുന്നു അല്ലേ? അത് കട്ട് ചെയ്തിട്ടായിരിക്കും അവർ പാർട്ടി തുടങ്ങിയത്. The birthday party, ബർത്ത്ഡേ പാർട്ടിയാണ്. പ്രിൻസസ് ജൂലിയ വെൻറ്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. പ്രിൻസസ് ജൂലിയ ടേബിളിനടുത്തേക്ക് പോയി എന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. ആ ഡയമണ്ട് കിരീടമണിഞ്ഞ റാണിയെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്, എല്ലാവരും കൈയടിച്ചു പാട്ടുപാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ, എവരിവൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ. എല്ലാവരും പ്രിൻസസ് ജൂലിയയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. എന്നിട്ട് അവരുടെ ഗിഫ്റ്റ്സ് എല്ലാം അവൾക്ക് പ്രസൻറ്റ് ചെയ്തു. കൊടുന്ന സമ്മാനങ്ങളെല്ലാം അവൾക്ക് കൊടുത്തു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ, ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. നിങ്ങളോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു, നമുക്ക് കുറച്ച് ഡാൻസ് കളിക്കാം, കുറച്ച് തമാശകളൊക്കെ ആവാം. said the princess, smiling. The music began. They started dancing. അത് പറഞ്ഞിട്ട് രാജകുമാരി ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ പാട്ടൊക്കെ വന്നു, അവർ ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആഘോഷമാണ് അല്ലേ? ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരും വളരെ സന്തോഷത്തിൽ അങ്ങനെ ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. കണ്ടില്ലേ നമ്മുടെ മെർമെയ്ഡിനെ, മത്സ്യകന്യക വളരെ സുന്ദരിയാണ്. അവർക്ക് എന്താണ് പ്രത്യേകത? തലയും ശരീരവുമൊക്കെ മനുഷ്യരെ പോലെയുണ്ട്, പക്ഷേ വാലിൻ്റെ ഭാഗത്തേക്ക് മത്സ്യം പോലെയാണ് ഉള്ളത്. നമ്മുടെ ജൂലിയ വളരെ സുന്ദരിയാണ്. തലയിൽ ആ ക്രൗണൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഗോൾഡ് ഫിഷ് ഒരു ഗിഫ്റ്റ് കൊടുന്നു. എന്തായിരിക്കും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാവുക? ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജൂലിയ എന്നായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ? ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ എപ്പോഴെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
The feast, Sadhya. Now let's have the feast. The princess invited. അപ്പോൾ ഡാൻസ് കഴിഞ്ഞപ്പോൾ പ്രിൻസസ് എല്ലാവരെയും ഫീസ്റ്റ് സദ്യ കഴിക്കാനാണ് വിളിക്കുന്നത്. Everyone started enjoying the food. എല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. So yummy, so delicious. എന്ത് ടേസ്റ്റാണ്, എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത്. എ സ്റ്റാർ ഫിഷ് ലിക്ക്ഡ് ഹിസ് പ്ലേറ്റ്. സ്റ്റാർ ഫിഷ് പ്ലേറ്റ് ഇങ്ങനെ നക്കി, അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. ആ ചോക്ലേറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് സ്രാവ് അത് വിഴുങ്ങി. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിംഗ്. എ ജില്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. ജ്യൂസ് വളരെ റിഫ്രഷിംഗ് ആണ്, വളരെ നല്ലതാണ് കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ജെല്ലി ഫിഷ് അത് ലാസ്റ്റത്തെ തുള്ളിയും കുടിച്ചു. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. പെട്ടെന്ന് ഒരു ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി, ചൂളമടിച്ചു ഉറക്കെ. വാട്ട് ഈസ് ഹാപ്പനിങ് ആസ്ക്ഡ് ദ ഷാർപ്പ്. എന്താണ് സംഭവിച്ചത്? ഷാർക്ക് ചോദിച്ചു. ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ. എന്തുകൊണ്ടാണ് ഡോൾഫിൻ വിസിൽ അടിച്ചത്? നമുക്ക് നോക്കാം അല്ലേ. കണ്ടില്ലേ, മെർമെയ്ഡ് എല്ലാവരോടും ചോദിക്കുകയാണ് എന്തായിരിക്കും. ഹൗ വാസ് ദ ഫീസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു സദ്യ എന്നായിരിക്കും അല്ലേ. എ ത്രെറ്റ്, ഒരു അപകടം അല്ലെങ്കിൽ ഭീഷണി. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ എക്സ്ക്ലെയിംഡ് ദ ഡോൾഫിൻ. ഡോൾഫിൻ പറഞ്ഞു, മനുഷ്യർ വീണ്ടും വന്ന് കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് കടലിലിട്ടു. ഓൾ ബിക്കെയിം ആംഗ്രി. എല്ലാവർക്കും അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഈ പ്ലാസ്റ്റിക് കഴിച്ച് മരിച്ചു എന്ന് പറഞ്ഞ് ഷാർക്ക് ഇങ്ങനെ പല്ലിറുമ്മി. വി ഷുഡ് സ്റ്റോപ്പ് ദം ദേ സെഡ് ടുഗദർ. നമുക്കിത് തടയണമെന്ന് എല്ലാവരും ഒപ്പം പറഞ്ഞു. ഡോണ്ട് വെറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ. നീല തിരുമിംഗലം എന്താണ് പറഞ്ഞത്? ഡോണ്ട് വെറി ഫ്രണ്ട്സ്, ടെൻഷൻ ആവണ്ട, വിഷമിക്കണ്ട കൂട്ടുകാരെ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് എനിമൽ ഇൻ ദ വേൾഡ്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ എനിമൽ. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാൻ അവരെ ഇവിടെ നിന്ന് ഓടിക്കാം. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. ദ ഷാർക്ക് ഫോളോവ്ഡ് ഹെർ. നീലത്തിമിംഗലം എന്ത് ചെയ്തു? സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. സ്വിഫ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിഞ്ഞു, ആൻഡ് സ്വിഷ്ഡ് വാല് ശക്തിയിൽ ആട്ടിക്കൊണ്ടാണ് തിരിഞ്ഞത്. ദ ഷാർക്ക് ഫോളോവ്ഡ് ഹെർ. സ്രാവും അവളെ പിന്തുടർന്നു. വാട്ട് വുഡ് ബി ദ ബ്ലൂ വെയിൽ ഡു. എന്താണ് ബ്ലൂ വെയിൽ നീലത്തിമിംഗലം ചെയ്തത്? എന്താണ് ചെയ്തത്? ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. ശക്തിയിൽ ഇങ്ങനെ തിരിഞ്ഞു, വാലുകൊണ്ട് നല്ല ആട്ടലും ഉണ്ട് അല്ലേ. എന്തായിരിക്കും ആ ബോട്ടിലുള്ള ആളുകൾ പറയുന്നത്? പ്ലാസ്റ്റിക് വേസ്റ്റ് നമുക്ക് ഇവിടെ ഇടാമെന്നായിരിക്കും അല്ലേ. വി വിൽ ഡംപ് ദിസ് പ്ലാസ്റ്റിക്സ് ഹിയർ. നമുക്ക് ഈ പ്ലാസ്റ്റിക്സ് ഇവിടെ ഇടാമെന്നായിരിക്കും അയാൾ പറയുന്നത്. ഫോർഗിവ്നെസ്, മാപ്പ്, ക്ഷമ. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻറ്റ് നിയർ ദ ബോട്ട്. തിമിംഗലവും സ്രാവും ബോട്ടിന് അടുത്തെത്തി. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. ഷാർക്ക് എന്ത് ചെയ്തു? ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. അവൻ്റെ വാല് കൊണ്ട് അടിച്ചു ബോട്ടിൽ. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ പേടിച്ചു വിറച്ചു. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ കരഞ്ഞു സഹായത്തിന് വേണ്ടി. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ. ആ സമയം പ്രിൻസസ് ജൂലിയയും രാജകുമാരിയും അതുപോലെ ബാക്കിയുള്ളവരും അവിടെ എത്തി. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺഡ് ഹെർ ക്ലോസ്. ഞാൻ അവരെ ഇറുക്കും എന്ന് ക്രാബ്, ഞണ്ട്, അതിൻ്റെ ആ കാലുകളൊക്കെ നിവർത്തി പറഞ്ഞു. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്. വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. ദ മാൻ ബെഗ്ഡ്. ഇനി ഞങ്ങളിവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇടില്ല, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആ ബോട്ടിലുണ്ടായിരുന്നവർ യാചിച്ചു. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. നിങ്ങൾ ഞങ്ങളുടെ കടൽ മലിനമാക്കുകയാണ്.
യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈവ്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നിങ്ങൾ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ്, ഇനി ഇത് ആവർത്തിക്കരുത്. വാണ്ട് പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. എന്നിട്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകി, ഇനി ഒരിക്കലും ഇത് ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നാശമാണ്. എന്നിട്ട് അവിടെ നിന്നും അവരെ പോകാൻ അനുവദിച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻഡ് ദ വേവ്സ്. സൂര്യരശ്മികൾ ഇങ്ങനെ വളരെ പ്രകാശത്തോടുകൂടി തിരകളിൽ തട്ടി. എന്തായിരിക്കും ഷാർക്ക് പറയുന്നുണ്ടാവുക? ഐ വിൽ കിൽ യു, ഐ വിൽ കിൽ യു. ഞാൻ നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ഷാർക്ക് വാലുകൊണ്ട് അടിക്കുന്നത്. വേൾഡ് ഓഫ് വേർഡ്സ്. ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിരീടം. കണ്ടില്ലേ രാജാക്കന്മാരൊക്കെ തലയിൽ വയ്ക്കുന്നത്. ഫ്രാഗ്രൻ്റ് ഫ്ലവർ. ഫ്രാഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള, നല്ല മണമുള്ള പൂവ്. ഗ്ലൈൻഡിങ് ലൈറ്റ്. തിളങ്ങുന്ന ലൈറ്റ്. ഗ്രൈൻഡിങ് ടീത്ത്. ഗ്രൈൻഡിങ് ടീത്ത് എന്ന് പറഞ്ഞാലോ പല്ല് ഇറുമുക, പല്ല് കടിക്കുക എന്നൊക്കെ അർത്ഥം. ദേഷ്യം വരുമ്പോൾ ചെയ്യില്ലേ. ജിംഗ്ലിംഗ് ബെൽസ്. കിലുങ്ങുന്ന മണികൾ. മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ മത്സ്യകന്യക. സിപ്പിംഗ്. സിപ്പിംഗ് എന്ന് പറഞ്ഞാലോ മൊത്തിക്കുടിക്കുക. സാവധാനത്തിൽ ഇങ്ങനെ ടേസ്റ്റൊക്കെ ആസ്വദിച്ച് കുടിക്കുന്നതാണ് സിപ്പിംഗ്. ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് പോയിൻറ്റഡ് നെയിൽസ് ഓഫ് എനിമൽസ് ആൻഡ് ബേർഡ്സ്. എനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ കൂർത്ത നഖങ്ങളുണ്ടാവില്ലേ, അത്. ഡീപ്പ്. ഫാർ ഡൗൺ. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഫാർ ഡൗൺ, അടിത്തട്ട്. ഡിലീഷ്യസ്. വെരി ടേസ്റ്റി, നല്ല ടേസ്റ്റ് ഉള്ളത്, സ്വാദുള്ളത്. ഡ്രൈവ് എവേ. മേക്ക് സം വൺ ഓർ സംതിങ് ഗോ എവേ. എന്തെങ്കിലും ഒന്നിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനത്തിനെയോ പറഞ്ഞ് വിടുന്നത്, അയക്കുന്നത്. ഡംപ്. ടു പുട്ട്, നിക്ഷേപിക്കുന്നത്. ഫ്ലോട്ട്. ടു മൂവ് ഓൺ വാട്ടർ വിത്തൗട്ട് ഡ്രോണിങ്. ഡ്രോണിങ് എന്ന് പറഞ്ഞാൽ മുങ്ങാതെ വെള്ളത്തിലൂടെ ഇങ്ങനെ ചലിക്കാൻ കഴിയുന്നതാണ് ഫ്ലോട്ട്. ഫ്രാഗ്രൻറ്റ്. ഹാവിങ് എ സ്വീറ്റ് സ്മെല്ല്, നല്ല ഒരു മണം. ഗ്രേറ്റ്ഫുൾ. താങ്ക്ഫുൾ, നന്ദിയുള്ളത്. ഗ്ലൈൻഡിങ്. സ്പാർക്ലിംഗ് ഓഫ് ലൈറ്റ്, തിളങ്ങുന്ന ലൈറ്റ്. ഗൾപ്പ്. ടു സ്വാളോ ക്വിക്ക്ലി, പെട്ടെന്ന് ഇറക്കുക, വിഴുങ്ങുക എന്നർത്ഥം. ജിങ്കിൾ. ടു മേക്ക് എ ലൈറ്റ് റിങ്ങിങ് സൗണ്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ബെൽസ്. എന്താണ് ടു മേക്ക് എ ലൈറ്റ്? ഒരു ലൈറ്റ്. റിങ്ങിങ് സൗണ്ട്, സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട്. സിമിലർ ടു ദാറ്റ് ഓഫ് ബെൽസ്, ഇങ്ങനെ കിലിങ്ങില്ലേ ബെല്ലിൻ്റെ, അതുപോലെ. സ്വീഷ്. ടു മൂവ് ക്വിക്ക്ലി വിത്ത് എ സ്വീഷിങ് സൗണ്ട്. വളരെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് തിരിയുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. വലിയ തിമിംഗലങ്ങളും മീനുകളുമൊക്കെ പെട്ടെന്ന് തിരിയുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, അതാണ്. ട്രംബിൾ. ടു ഷേക്ക് വിത്ത് ഫിയർ, പേടി കൊണ്ട് വിറക്കുക. ട്രിക്കിൾ. ഫ്ലോ ഇൻ എ സ്മോൾ സ്ട്രീം. എങ്ങനെയാണ് ഒരു ചെറിയ വെള്ളത്തിലൂടെ, സ്ട്രീമിലൂടെ ഇങ്ങനെ നീങ്ങുന്നത്. ഓക്കെ ഡിയേഴ്സ്, read your lesson and study new words. See you in next class. Thank you.